പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. നിങ്ങളുടെ മുൻപിലുള്ള എല്ലാ മലകളും നിങ്ങളുടെ മുൻപിൽ നിന്ന് പിഴുതു മാറ്റപ്പെടത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ മുൻപിലൂടെ മാറി കടലിൽ വീഴത്തക്ക രീതിയിൽ നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം വർദ്ധിപ്പിക്കട്ടെ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണുമല്ലോ, വിവിധ തരങ്ങളിലുള്ള വിശ്വാസത്തെപ്പറ്റി. അതായത്, ഒന്ന് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വിശ്വാസം, നൽകപ്പെട്ട വിശ്വാസം എന്ന് പറയപ്പെടുന്നു. രണ്ടാമത്തത് ആർജിച്ചെടുക്കുന്ന വിശ്വാസം. മൂന്നാമത്തത് ദൈവത്തിൻ്റെ ദാനമാകുന്ന വിശ്വാസം. ഈ ദാനമായ വിശ്വാസത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, കൂടുതൽ മനസ്സിലാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തേക്കാം, നിങ്ങളതൊന്ന് കണ്ടേക്കുക. ഞാൻ നിങ്ങളോട് പറയുന്ന നേരത്ത് ഏത് തരത്തിലുള്ള വിശ്വാസം വന്നാലും ഈ വിശ്വാസങ്ങൾക്കൊരു 3 തലമുണ്ട്. നമ്മൾ ജീവിതത്തിലേക്ക് തുടങ്ങുമ്പോൾ, ഈ ആത്മീക ജീവിതം തുടങ്ങുമ്പോൾ വിശ്വാസത്തിലാണല്ലോ തുടങ്ങുന്നത്. ഈ ആത്മീക ജീവിതം തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും ഒരു മനുഷ്യനും പരിപൂർണ്ണ വിശ്വാസത്തിലല്ല തുടങ്ങുന്നത്. ചിലപ്പോൾ ചിലരുടെ വിശ്വാസത്തിനകത്ത് ഏറ്റക്കുറച്ചിലുകളുണ്ടാകാം. ഈ ഏറ്റക്കുറച്ചിലുകളെല്ലാം 3 തലങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒന്ന് അല്പവിശ്വാസമെന്നും, ഒന്ന് രണ്ടാമത്തത് സാധാരണ വിശ്വാസമെന്നും, മൂന്നാമത്തത് വലിയ വിശ്വാസമെന്നും, ഗ്രേറ്റർ ഫെയ്ത്ത് എന്നും നമുക്ക് അതിനെ കണക്കിലിടാൻ പറ്റും. ഈ അല്പവിശ്വാസത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അല്പവിശ്വാസം വരുന്നു എന്നതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ നിങ്ങൾ കാണാൻ സാധിക്കും. കർത്താവായ യേശു വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ് പറയും, കർത്താവ് ഇത് അങ്ങാണെങ്കിൽ എന്നെയും കൂടെ നടക്കാൻ വിളിക്കുക. യേശു പറഞ്ഞു, വരാൻ പറഞ്ഞു. കർത്താവിനെ വിളി അനുസരിച്ച്, അല്ലെങ്കിൽ ആ വിളി കേട്ട് പത്രോസ് വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ തുടങ്ങുന്ന സമയത്ത് ചുറ്റിലും ആദ്യം 2-3 അടികൾ എടുത്തു വെച്ചു. എന്നാൽ ചുറ്റിലും വെള്ളം പൊങ്ങുന്നത് കണ്ട് അദ്ദേഹം ഭയപ്പെട്ട് മുങ്ങിത്താഴാൻ തുടങ്ങി. അദ്ദേഹത്തെ കൈനീട്ടി കർത്താവ് പിടിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്തിന്? എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ വിശ്വസിക്കുന്നു അല്പവിശ്വാസം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മെ വിളിച്ച നാഥനിലുള്ള നമ്മുടെ കണ്ണു മാറി നമ്മുടെ ചുറ്റിലുള്ള സാഹചര്യത്തിലും പ്രതിസന്ധിയിലേക്ക് നമ്മുടെ കണ്ണ് വരുമ്പോഴാകുന്നു അല്പവിശ്വാസം ഉണ്ടാകുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്ന നേരത്തെ ഈ അല്പവിശ്വാസം വളരെ നല്ലതാണോ? ഒരിക്കലുമല്ല. കാരണം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കർത്താവായ യേശു മറുരൂപമലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ശിഷ്യന്മാരെല്ലാവരും കൂടെ ഒരു അപസ്മാരം പിടിച്ച ഒരു കുഞ്ഞിനെ സൗഖ്യമാക്കാൻ, അല്ലെങ്കിൽ ഒരു ഡെലിവറൻസ് നടത്തുവാൻ അവരിവിടെ കിടന്ന് പല പണിയും ശ്രമിച്ചിട്ടും ഒന്നും നടക്കാതിരിക്കുന്ന നേരത്ത് കർത്താവ് വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ പിതാവ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് സാധ്യമാണെങ്കിൽ അങ്ങേക്ക് എൻ്റെ മകനെ സൗഖ്യമാക്കാൻ സാധ്യമാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിന് കർത്താവ് യേശു അദ്ദേഹത്തോട് പറയുന്നൊരു വാക്യമുണ്ട്, സാധിക്കുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവനെ എല്ലാം സാധ്യമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ പിശാചിനെ പുറത്താക്കി. തൊട്ടു പിന്നാലെ ഈ 9 ശിഷ്യന്മാർ, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതലുണ്ടായേക്കാം, 9 ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ പിശാചിനെ ബഹിഷ്കരിക്കാൻ കഴിയാതെ പോയതെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അവരോട് പറയുന്ന ഒരു ഉത്തരം ഇതാകുന്നു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. ഞാനിത് പറയുന്ന നേരത്ത് അല്പവിശ്വാസം വിശ്വാസത്തിൻ്റെ എല്ലാ തലങ്ങളെയും അടയ്ക്കുവാനുള്ള ഒരു കാരണവും കൂടെ ആയിത്തീരുന്നു. അല്പവിശ്വാസം ഒരു പ്രവൃത്തിയും അതിൻ്റെ പരിപൂർണതയിൽ നടത്തുവാനായിട്ട് നിങ്ങൾക്ക് കഴിയാതെ വേണം നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നൊരു വിഷയമാകുന്നു. അതുകൊണ്ട് അല്പവിശ്വാസം നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അതിലൊരു വിശ്വാസമുണ്ടല്ലോ. അല്പവിശ്വാസം നല്ല വിശ്വാസമാകാനും അത് വലിയ വിശ്വാസമാകാനും വളരെ എളുപ്പമുള്ള ഒരു വിഷയമാകുന്നു. അതുകൊണ്ട് അല്പവിശ്വാസത്തിനെ ഞാൻ കുറച്ച് പറയുന്നില്ല, എങ്കിൽ പോലും നമുക്കത് മാറ്റുവാനായിട്ട് ഉത്സുകരായിരിക്കാം. രണ്ടാമത്തെ വിശ്വാസം സാധാരണ വിശ്വാസം, നോർമൽ ഫെയ്ത്ത്. നിങ്ങൾക്കറിയാം, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിനകത്ത് ഒരു തളർവാദ രോഗി യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ. ഈ തളർവാദ രോഗിക്ക് വിശ്വാസമില്ല, പക്ഷെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് യേശു അവനോട് പറഞ്ഞു, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഞാനിത് പറയുന്നത് അവരുടെ വിശ്വാസം കണ്ടെന്ന. ചില വിശ്വാസങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഇനി രണ്ടാമത്തത്, നമുക്കൊരു രക്തസ്രാവക്കാരത്തി സ്ത്രീയെ പറ്റി ബൈബിളിൽ നിന്ന് നന്നായിട്ട് അറിയാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിനകത്ത്, അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് സ്പർശിച്ചാൽ അവൾ സൗഖ്യമാകുമെന്ന് അവൾ ഹൃദയത്തിൽ വിചാരിച്ചിരുന്നുവെന്ന എൻ്റെ വിചാരം, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് അതൊരു ബോധ്യമെന്ന. യേശു ആരാണെന്നും യേശുവിനെ തൊട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്ന ബോധ്യമെന്നാണ് എൻ്റെ ചിന്ത. ആ ബോധ്യത്തിനകത്ത് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ അവൾ സ്പർശിച്ചു, തക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. ആ വിശ്വാസത്തെ കണ്ട് കർത്താവ് പറഞ്ഞു, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസത്തിൻ്റെ ഒരു പരമ്പര തന്നെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദയവേത് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം ഒന്നിരുന്ന് വായിക്കുക. അതിനകത്ത് വിശ്വാസത്തിൽ തൊട്ടവരും വിശ്വാസത്താൽ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചവരും വിശ്വാസത്താൽ ദൈവത്തിൽ നിന്ന് വലിയ അനുഭവങ്ങൾ സമ്പാദിച്ചവരുമായി ഒരുപാട് പേരെ നിങ്ങൾ കാണാൻ സാധിക്കും. അതിനടുത്ത ഒരു വാക്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ശങ്കിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ മലയോട് മാറിച്ചെന്ന് കടലിൽ വീഴാൻ പറഞ്ഞാൽ അത് നിങ്ങൾ അനുസരിക്കുമെന്ന്. ഞാനിത് പറയുന്നത് ഇത് സാധാരണ വിശ്വാസമാകുന്നു, കടുകുമണിയോളമുള്ള വിശ്വാസം. ഈ കടുകുമണിയോളമുള്ള വിശ്വാസത്തിന് പല ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ പല ആശയങ്ങളുണ്ട്. അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിശ്വാസം, ചെറുതാണെങ്കിൽ പോലും നിറഞ്ഞ വിശ്വാസം, അതായത് ഒരിക്കൽ പോലും സംശയിക്കാത്തൊരു വിശ്വാസം. ഇത് സാധാരണ വിശ്വാസം. എന്നാൽ ഇനി 3-ാമത്തെ ഒരു തലമുണ്ട്, നമ്മളെല്ലാവരിലും ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുകയും എന്നാൽ അത് സീരിയസ് ആയിട്ട് എല്ലാവർക്കും കിട്ടാത്ത, ചിലർക്കെങ്കിലും മാത്രം കിട്ടുന്ന ഒരു വിശ്വാസം, വലിയ വിശ്വാസം.
അതിൽ 2 പേരെ ഞാൻ കാണാനായിട്ട് ഇടയായി ആ ബൈബിളിനകത്ത് നിന്ന്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യങ്ങളിലൂടെയൊക്കെ എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ശതാധിപനെ പറ്റി. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്ന് ഭൃത്യനെ സുഖപ്പെടുത്താമെന്ന് പറയുമ്പോൾ ശതാധിപൻ കർത്താവിനോട് പറയും, കർത്താവെ, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊന്ന് കൽപ്പിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. ഇതും പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്യമുണ്ട്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. അതായത് അദ്ദേഹം യേശു ആരാണെന്നൊരു തിരിച്ചറിവിൽ യേശുവിനോട് പറയാം, അങ്ങ് വരേണ്ട ആവശ്യമില്ല, അങ്ങൊന്ന് കൽപ്പിച്ചാൽ മതി, അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്നൊരു വാക്ക് മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെടാനായിട്ട്. ഇത് കണ്ടപ്പോൾ കർത്താവ് അങ്ങ് എക്സൈറ്റഡ് ആയിപ്പോയി. അദ്ദേഹം തിരിഞ്ഞ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തോട് പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഈ ശതാധിപൻ വാസ്തവത്തിൽ ഒരു ഇസ്രായേൽക്കാരനല്ല, അദ്ദേഹം ഒരു റോമൻ സാമ്രാജ്യത്തിന് കീഴിൽ നിൽക്കുന്ന ഒരു പടയാളിയാകുന്നു, അല്ലെങ്കിൽ ഒരു 100 പേരുടെ ഒരു അധിപനാകുന്നു. ശതാധിപൻ എന്ന് പറയുമ്പോൾ 100 പടയാളികളുടെ ഒരു മേൽനോട്ടക്കാരനാകുന്നു, സെഞ്ചൂരിയൻ. അദ്ദേഹത്തിൻ്റെ വിശ്വാസം കണ്ട് യേശു പറഞ്ഞു, ഇതുപോലൊരു വിശ്വാസം ഇസ്രായേലിൽ കണ്ടില്ല, ഗ്രേറ്റർ ഫെയ്ത്ത്. ഇനി രണ്ടാമത് നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയ വിശ്വാസത്തിൻ്റെ ഉടമസ്ഥ എന്ന് പറയുന്നത് സീറോഫെനിഷ്യൻ സ്ത്രീ ആയിരിക്കുന്ന ആ സ്ത്രീയുടെ വിശ്വാസമാകുന്നു. ആ സ്ത്രീ വന്ന് യേശുവിൻ്റെ പിന്നാലെ വരുന്നിടത്ത് എനിക്ക് രസകരമായി തോന്നിയൊരു വിഷയം, യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ വരെ പറഞ്ഞു, കർത്താവ് ഇവൾ കുറേ നേരമായി നമ്മുടെ പിന്നാലെ വരുന്നല്ലോ, അവളെ സമാധാനത്തിലൊന്ന് പറഞ്ഞേക്കണമേ. കർത്താവ് അവരോടൊന്നും വേണ്ടിയില്ല. പക്ഷെ അവൾ വന്ന് ചോദിച്ചപ്പോൾ കർത്താവ് അവളോട് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. ഞാനിത് നിങ്ങളോട് പറയുന്ന നേരത്ത് നമുക്ക് എല്ലാവർക്കും ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുന്ന ഒരു ഭാഗമാകുന്നു. അപ്പോൾ ദൈവം മറ്റുള്ളവരെല്ലാം കുറഞ്ഞതായിട്ടാണോ കാണുന്നത്? ഒരിക്കലുമല്ല. അന്ന് യേശുക്രിസ്തുവിൻ്റെ മേൽ വീണ അസൈൻമെൻറ്റ് യഹൂദ ജനത്തിനിടയിൽ ശുശ്രൂഷിക്കുക എന്നതാകുന്നു. ആ ശുശ്രൂഷയുടെ പൂർണ്ണത ക്രൂശിലാകുന്നു വെളിപ്പെടുന്നത്. അതുവരെയും ക്രൂശ് മരണം വെളിപ്പെടാത്തത് കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ യഹൂദരെ കവിഞ്ഞു മറ്റൊരാളിലേക്ക് ശുശ്രൂഷയെ പകർത്തുക അല്ലെങ്കിൽ അതിനെ കൊടുക്കുക എന്നത് ആത്മാവിൻ്റെ നിയോഗമല്ലായിരുന്നിരിക്കാം. എന്തായാലും അതിലേക്ക് കൂടുതൽ ചകഞ്ഞു പോകാനായിട്ട് ഞാനും തയ്യാറല്ല. നമുക്ക് വേണമെങ്കിൽ പിന്നീട് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്കത് സംസാരിക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ. എന്തായാലും സീറോഫെനിഷ്യൻ സ്ത്രീയുടെ അടുത്തേക്ക് വന്ന് ഇത് പറയുന്ന സമയത്ത് അവൾ പറയും, യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് നായ്ക്കുട്ടികളും ഭക്ഷിക്കാറുണ്ടല്ലോ, നുറുക്കിയ അപ്പകഷ്ണങ്ങൾ ഭക്ഷിക്കാറുണ്ട്. അതൊരു വെളിപ്പാടിൻ്റെ ചിന്തയായിരുന്നു. ആ വെളിപ്പാടിൻ്റെ ചിന്ത വളരെ ആഴമേറിയതായിരുന്നു. അത് കണ്ടപ്പോൾ യേശു പറഞ്ഞു, നിൻ്റെ വിശ്വാസം വളരെ വലുതാണ്, നീ വിചാരിച്ചതുപോലെ നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. തക്ഷണം അവളുടെ മകൾ സൗഖ്യമുള്ളവളായി. ഞാനിത് പറയുന്ന നേരത്തെ ഈ 3 തരങ്ങളിലുള്ള വിശ്വാസങ്ങൾ 3 തലങ്ങളിലുള്ള വിശ്വാസം നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഒന്ന് അല്പവിശ്വാസം, 2 സാധാ വിശ്വാസം, മൂന്നാമത്തത് ഏറ്റവും വലിയ വിശ്വാസം. ഞാനിത് പറയുന്ന നേരത്ത് നമുക്കെല്ലാവർക്കും ഈ വലിയ വിശ്വാസം ദൈവം പകർത്തട്ടെ. ജീവിതത്തിനകത്ത് ഏതൊരു സമയത്തും നമ്മളെ വിളിച്ച നാഥനിൽ ഇടറാതെ അവൻ്റെ കണ്ണിൽ തന്നെ നോക്കി മുന്നോട്ട് പോകാൻ ഈ വിശ്വാസം ദൈവം പകർത്തട്ടെ. ഏത് സാഹചര്യത്തിനകത്തും നമ്മുടെ വിഷയങ്ങളെ നോക്കി നമ്മുടെ കണ്ണ് ദൈവത്തിൽ നിന്ന് അകലാതെ നമ്മുടെ ദൈവത്തിൽ നോക്കി വിഷയത്തെ മാറ്റിമറിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ വിശ്വാസം ദൈവം വർദ്ധിപ്പിക്കട്ടെ. എങ്കിലും ആ വിശ്വാസങ്ങളിൽ വലിയ വിശ്വാസത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും കടുകുമണിയോളമുള്ള ചെറിയ വിശ്വാസമെങ്കിലും നിങ്ങൾ വിശ്വസിച്ച ദൈവം നിങ്ങളെ ലജ്ജിപ്പിക്കത്തില്ലെന്ന യഥാർത്ഥത്തിൽ നിന്നുകൊണ്ട് ആ കടുകുമണിയോളമുള്ള വിശ്വാസത്തിൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസം എന്തോ അത് തന്നെ നടത്തുവാൻ കഴിയുന്ന നിലവാരത്തിൽ, നിങ്ങൾ വിശ്വസിച്ച് തരുവാൻ കഴിയുന്ന നിലവാരത്തിൽ നമ്മുടെ ദൈവം ഇന്നും നമ്മുടെ കൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.